ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്താ. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയിൽ. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാരടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ച് ചെന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. രാജ്യത്തെ സുപ്രീം കോടതിയുടെ കെട്ടിടത്തിൽ വഖഫ് അവകാശവാദം. ഇതിനിടെ വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് പാസ്സാക്കുമെന്നും ആർക്കും തടയാനാകില്ല എന്നും അമിത്ഷാ. ഏക സിവിൽ കോഡും നടപ്പിൽ വരും, ഇതാർക്കും തടയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വീടും സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലത്തിലും അവകാശവാദം ഉന്നയിച്ച് വഖഫ് തർക്കം വന്നതിപ്പോൾ പുതിയ വിവാദത്തിന് കാരണമായി. 2047 ഇത്തരത്തിൽ ഇന്ത്യ മുഴുവൻ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുകയായിരുന്നുവോ പോപ്പുലർ ഫ്രണ്ടിന്റെ മിഷൻ 2047 എന്നതും ഗൗരവകരമായ ചോദ്യം ഉയരുന്നു. ഇപ്പോൾ വീഡിയോയിലെ മുസ്ലിം പ്രഭാഷകൻ പറയുന്നത് ഇന്ത്യയിൽ റെയിൽവേയും ഇന്ത്യൻ സൈന്യവും കഴിഞ്ഞാലുള്ള ഏറ്റവും സ്വത്തുക്കളുള്ള സ്ഥാപനം വഖഫ് എന്നാണ്. 9.4 ലക്ഷം ഏക്കർ ഭൂമി ഇന്ത്യയിൽ വഖഫ് സ്വത്താണ് എന്ന് ഇദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നു. ഇത് കേരളത്തെക്കാൾ വലിയ ഭൂപ്രദേശം വരും. കേരളത്തിന്റെ റവന്യൂ ഭൂമി പോലും വെറും 7 ലക്ഷം ഏക്കർ വരുമ്പോഴാണ് 9.4 ലക്ഷം ഏക്കർ ഇന്ത്യയിൽ വഖഫ് ഭൂമി ഉണ്ട് എന്ന് പറയുന്നത്. ഈ അവകാശവാദത്തിൽ തന്നെ വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. അന്യന്റെ മുതലുകൾ ആഗ്രഹിക്കരുത് എന്നും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതൊന്നും വെട്ടിപ്പിടിക്കരുതെന്നുമൊക്കെ പറയുന്ന ധാർമ്മിക നീതിയൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. വഖഫ് എന്ന മനുഷ്യത്വമില്ലാത്ത അന്യമതക്കാരെ പോലും പരിഗണിക്കാത്ത സംവിധാനങ്ങളോട് എന്ത് ധാർമ്മിക നീതിയും മറ്റുമെന്നും ചോദ്യം ഉയരുന്നതിന് മുന്നമ്പം സാക്ഷിയാണ്. എന്തായാലും സഹോദര തുല്യരായി ജീവിക്കേണ്ട വിവിധ മതത്തിലെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന വിടവുകൾ കാണാതെ പോകരുത്. ഇത്തരം വിവാദങ്ങൾ രാജ്യത്തിന്റെ മനസ്സിൽ പോലും വിങ്ങലും ആശങ്കയും ഉണ്ടാക്കുന്നു. സുപ്രീം കോടതിയിൽ പോലും അവകാശം ഉന്നയിക്കുക, ദില്ലിയുടെ ഹൃദയഭാഗങ്ങൾ പോലും അവകാശപ്പെടുക എന്നീ നിലയിലേക്ക് വരെ വഖഫ് മാറുമ്പോൾ ആശങ്കയ്ക്ക് കാരണവുമുണ്ട്. അനാവശ്യമായ തർക്കങ്ങൾ മൂലം സമൂഹത്തിന്റെ സ്വസ്ഥതയും നഷ്ടപ്പെടും. ഇതിനിടെ വഖഫ് ബിൽ വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. വഖഫ് ഭേദഗതി ബിൽ BJP സർക്കാർ പാസ്സാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. വഖഫ് നിയമം ഭേദഗതി ചെയ്യാനും ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്തുവാനും സമയമായി എന്നും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിലെ ബഗ്മാരിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. വഖഫ് ബോർഡിന് ഭൂമി തട്ടിയെടുക്കുന്ന സ്വഭാവമുണ്ടെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു. കർണാടകയിൽ ഗ്രാമീണരുടെ സ്വത്തുക്കൾ വഖഫ് ബോർഡിന് കൈക്കലാക്കി. ക്ഷേത്രങ്ങളുടെയും കർഷകരുടെയും ഭൂമി തട്ടിയെടുത്തു. വഖഫ് ബോർഡിൽ മാറ്റങ്ങൾ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ പറയൂ എന്നും അദ്ദേഹം റാലിക്കിടയിൽ പറഞ്ഞു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും രാഹുൽ ഗാന്ധിയും വഖഫ് ബോർഡിൽ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവർ എതിർക്കട്ടെ. വഖഫ് ഭേദഗതി ബിൽ BJP പാസ്സാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്നും ഷാ വ്യക്തമാക്കി. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് ആർക്കും തടയാനാകില്ല എന്നും അദ്ദേഹം റാലിക്കിടയിൽ അവകാശപ്പെട്ടു. നുഴഞ്ഞുകയറ്റക്കാരെ പരിശോധിക്കാൻ ഇത് ആവശ്യമാണ്. ആദിവാസികളെ UCCയുടെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ജാർഖണ്ഡിൽ BJP അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.